പുഷ്പയുടെ ഫയർ അണയുന്നില്ലട എന്നാണ് പറയാനുള്ളത്. 21 ദിനങ്ങൾ പിന്നിടുകയാണ് സിനിമ. എങ്ങും മികച്ച റെസ്പോൺസോടുകൂടി തന്നെ 1 മാസത്തിനടുത്തേക്ക് കിടക്കുന്ന സിനിമ ഗംഭീര കളക്ഷനോടെ കുതിക്കുകയാണ്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടുന്നത്. ഇന്നലെ കൊണ്ട് തന്നെ 700 കോടി ക്ലബിലേക്ക് സിനിമ എത്തിപ്പെട്ടു. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമ 700 കോടിയിലേക്ക് ഒരു സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് നേടുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ആദ്യ ആഴ്ചയിൽ 433 കോടിയാണ് നേടിയെങ്കിൽ രണ്ടാമത്തെ ആഴ്ച 199 കോടിയും ആണ് സിനിമ ഹിന്ദി ബെൽറ്റുകളിൽ നിന്ന് നേടിയത്. വെള്ളിയാഴ്ച, അതായത് ഈ വെള്ളിയാഴ്ച നേടിയത് 12.5 കോടിയായിരുന്നുവെങ്കിൽ ശനിയാഴ്ച നേടിയത് 20 കോടി 20.5 കോടിയും ഞായറാഴ്ച നേടിയത് 27 കോടിയുമായിരുന്നു. തിങ്കളാഴ്ച 11.25 കോടിയും ചൊവ്വാഴ്ച 11.5 കോടിയും നേടിയപ്പോൾ സിനിമ 711 കോടിക്ക് മുകളിൽ 715 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. 715.75 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇതൊരു സർവകാല ചരിത്ര റെക്കോർഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഹിന്ദിയിൽ ഇത്രയും കളക്ഷൻ വന്നിരിക്കുന്ന ഒരു സിനിമയും ഇല്ല എന്നുള്ളതാണ്. സിനിമയുടെ ഫൈനൽ കളക്ഷൻ അല്ലെങ്കിൽ ഇതുവരെയുള്ള 21 ദിവസത്തെ ഫൈനൽ കളക്ഷൻ പുറത്തേക്ക് വിട്ടിട്ടില്ല അണിയറ പ്രവർത്തകർ. അതിനുവേണ്ടി കാത്തിരിപ്പാണ്. 1508 കോടി, അതായത് ഏകദേശം 14 ദിവസം 15 ദിവസം കഴിഞ്ഞപ്പോൾ വിട്ട ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ മാത്രമാണ്. ഏറെക്കുറെ ഹിന്ദിയിൽ നിന്ന് മാത്രമായിട്ട് 100 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിട്ടുണ്ട് ഇന്നലെ വരെയുള്ള കളക്ഷനുകളിൽ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം 1608 കോടിക്ക് മുകളിലായി. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നാൽ എങ്ങനെ വന്നാലും സിനിമ 1680 1690 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. 1700 കോടിയുടെ ഒരു പോസ്റ്റർ കാണാൻ വേണ്ടി നമ്മളും കൊതിക്കുന്നു. ഒരുപാട് ആരാധകരും പ്രേക്ഷകരും ഒക്കെ കൊതിക്കുകയാണ്. കാരണം ഈ സിനിമ ബാഹുബലിയുടെ കളക്ഷൻ റെക്കോർഡ് തകർക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ 1810 കോടി വേണം. അതെന്ന് എന്നുള്ളൊരു ചോദ്യമാണ്. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ അതിഗംഭീരമായിട്ടുള്ള തിരക്കായിരിക്കും എന്ന് യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഇന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ മികച്ച ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കാണുന്നത്. ഹിന്ദിയിൽ രാവിലെ 6 മണിക്ക് തൊട്ടേ, അത് ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ 6 മണിക്കുള്ള ഷോകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ മാത്രമാണ് സിനിമയ്ക്ക് വലിയൊരു ഇടിവ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്നും സിനിമയ്ക്ക് കുറച്ച് അപ്പാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആകെ 15 തൊട്ട് 30 ഷോകൾ മാത്രമാണ് മിക്ക ദിവസങ്ങളിലും ഉള്ളത്. ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നതാണ്. ഒരു 100 ഷോ വരെ മാക്സിമം സിനിമയ്ക്ക് ഉണ്ടാകാം. ഇന്ന് സിനിമയുടെ പ്രതീക്ഷിക്കുന്നത് 2,70,75,000 രൂപയോളം, അതായത് ഏകദേശം 4 ലക്ഷം രൂപയോളം ആയിരിക്കാം കേരള തിയേറ്ററുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം കേരളത്തിൽ നിന്ന് 20 കോടി സിനിമ ടച്ച് ചെയ്യുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.